നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അല്ല സച്ചേട്ടാ, എന്താ നമ്മുടെ നാളത്തെ പ്ലാൻ? അങ്ങനെ പ്ലാൻ ഒന്നുമില്ല. പ്ലാൻ ചെയ്തൊക്കെ പോയാ ഒന്നും നടക്കില്ലടോ. നമ്മൾ ഇവിടുന്ന് പോകുന്ന വഴിക്ക് കാണാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ കാണും. നാളെ ഗസ്റ്റ് ഹൗസിലെത്തിയിട്ട് അപ്പൊ തീരുമാനിക്കാം പിന്നീട് എങ്ങോട്ട് പോണോന്ന്. നമ്മുടെ ഗസ്റ്റ് ഹൗസ് ആദ്യമായിട്ട് കാണുന്നതിന്റെ സന്തോഷത്തില്ല ഞാൻ. അല്ല, എന്തിനാ സജ്ജേട്ടൻ നമുക്ക് അവിടെ ഒരു ഗസ്റ്റ് ഹൗസ് ഒക്കെ? കുറെ കാലം കൊണ്ട് പൂട്ടിക്കിടക്കുവാണോ? അച്ഛൻ പണ്ട് വാങ്ങിച്ചൊരു പ്രോപ്പർട്ടി അത്. നമ്മൾ ഈ വീട് വാങ്ങിച്ചത് പിന്നെ അങ്ങോട്ടാരും പോവാറില്ല. കുറെ ഓർമ്മകളുള്ളൊരു വീടാ അത്. ഞാനും നന്ദേട്ടനും ഉൾപ്പെടെ എല്ലാവരും ജീവിച്ച വീട്. അവിടുന്ന് ഇവിടേക്ക് എത്തി കുറച്ചുനാൾ കഴിഞ്ഞപ്പോ നന്ദേട്ടൻ പോയി. നമ്മളോടൊപ്പം ഈ യാത്രയ്ക്ക് വരണമെന്ന് അച്ഛന് നല്ല ആഗ്രഹം കാണും. മനഃപൂർവ്വം വരാത്തതാ. നന്ദേട്ടനെ കുറിച്ചുള്ള ഓർമ്മകളാ അവിടെ മുഴുവൻ. മനഃപൂർവ്വം ദുഃഖം വിളിച്ചു വരുന്നുണ്ടെന്ന് കരുതിയിട്ടാവും അച്ഛൻ പിന്മാറിയത്. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ജീവിച്ചിരിപ്പുണ്ടോ അതോ നന്ദേട്ടന് അരുതാത്ത എന്തെങ്കിലും സംഭവിച്ചു എന്ന് സച്ചേട്ടൻ വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളാണല്ലോ എല്ലാം. ഈ ലോകം വിട്ടു പോയി കാണും. അല്ലെങ്കിൽ എന്നെ ഇവിടേക്ക് വന്നേനെ. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അതുപോലൊരാള് ഈ വീട്ടിലുണ്ടായിരുന്നെങ്കിലെന്ന്. അല്ലെങ്കിൽ തിരിച്ചു വരണമെന്ന്. എനിക്ക് തോന്നുന്നു സച്ചേട്ടാ, നന്ദേട്ടൻ എവിടെയോ ജീവിച്ചിരിപ്പുണ്ടെന്ന്. വരാൻ പറ്റാത്ത സാഹചര്യത്തിലായിരിക്കും ചിലപ്പോ. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചതാണെങ്കിലോ? എനിക്കങ്ങനെയാ തോന്നുന്നത്. സച്ചേട്ടൻ നോക്കിക്കോ, ഒരു ദിവസം അപ്രതീക്ഷിതമായി നന്ദേട്ടൻ ഇവിടെ വരും. എനിക്ക് ഉറപ്പാത്. അങ്ങനെ വന്നാൽ തന്നെ അച്ഛന്റെ പകുതി അസുഖം മാറും. തന്റെ വിശ്വാസം പോലെ നടക്കട്ടെ. നാളെ എന്തായാലും അങ്ങോട്ട് പോകുമല്ലേ? നന്ദേട്ടന്റെ കുറെ ഓർമ്മകളുള്ളിടത്തേക്ക്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.